നമസ്കാരം. സിദ്ധന്മാർ എന്നവർ ശിവത്തെ കണ്ടറിഞ്ഞ മഹാന്മാർ. തമിഴിൽ പുകഴ്പെറ്റ 18 സിദ്ധന്മാരിൽ ഒരാളും പൊതുജന നന്മയ്ക്കായി നവഗ്രഹങ്ങളെ ഇടം മാറ്റിയ സിദ്ധരുമായ ഇടയ്ക്കാട്ട് സിദ്ധരെ പറ്റി അറിഞ്ഞിരിക്കാം. ഇടയ്ക്കാടർ തൊണ്ടൈമണ്ഡലത്തിൽ ഇടയന്തിട്ട് എന്ന ഗ്രാമത്തിൽ കോണാർ എന്നറിയപ്പെടുന്ന ഇടയർ കുലത്തിൽ നന്ദകോണർ യശോദ ദമ്പതികൾക്ക് മകനായി പിറന്നയാൾ. ഈ സ്ഥലം ഇപ്പോൾ കാഞ്ചീപുരം ജില്ലയിൽ ഇടയൻമേട് എന്നറിയപ്പെടുന്നു. ഇടയ്ക്കാടർ ശിവഗംഗയ്ക്കരികിലുള്ള ഇടയ്ക്കാട്ടൂരെ ചേർന്നവർ എന്ന് ചിലരും കേരളത്തിലുള്ള ഇടയ്ക്കാട് എന്ന ഗ്രാമത്തിൽ പിറന്നയാളാണ് ഇടയ്ക്കാട്ട് സിദ്ധരെന്ന് വേറെ ചിലരും വാദിക്കുന്നുണ്ട്. കാര്യം എന്തുതന്നെയായാലും അദ്ദേഹം ജീവിച്ച ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരായി ഇന്നും നിലനിൽക്കുന്നത്. ഇടയ്ക്കാടർ പുരട്ടാസി മാസം തിരുവാതിര നക്ഷത്രം 2ാം പാദത്തിൽ ജനിച്ചതായി ബോഗർ 7000 എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇടയ്ക്കാടർ സിദ്ധർ ബുധഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ഒരു വിശ്വാസമുള്ളതിനാൽ ജാതകത്തിൽ ബുധദോഷമുള്ളവർ ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. ഈ സിദ്ധരെ പെരുമാളുടെ അംശമായി കണക്കാക്കുന്ന വൈഷ്ണവരും ഏറെയാണ്. ഇടയ്ക്കാടർ ഏതു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാൾ എന്നത് വ്യക്തമല്ലെങ്കിലും കിമു 2ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 3ാം നൂറ്റാണ്ടിലായിരിക്കാമെന്നാണ് ചരിത്രാന്വേഷികളുടെ അനുമാനം. അദ്ദേഹം ഭൂമിയിൽ 600 വർഷം 18 നാൾ ജീവിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിച്ച പോലെ ഫലം പ്രതീക്ഷിക്കാതെ കടമ ചെയ്യുക എന്ന തത്വം കിടപിടിച്ചയാളാണ് ഇടയ്ക്കാടർ സിദ്ധർ. അദ്ദേഹം സംഘകാലത്തിൽ ജീവിച്ചിരുന്നതായും വാദമുണ്ട്. ഇടയ്ക്കാടരുടെ ജന്മത്തിന് പിന്നിൽ സ്വാരസ്യമായ ഒരു പുരാണ കഥയുണ്ട്. ദേവലോകത്തിൽ ഒരു സംഗീത സഭയിൽ ഒരു സംഗീത വിരുന്നിനിടയിൽ വാദ്യസംഗീതത്തിൽ നിപുണനായിരുന്ന ഒരു ഗന്ധർവൻ ഒരു ദേവലോക നർത്തകിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഇരുവരും അവരവരുടെ സിദ്ധികൾ മറന്ന് ഭൂമിയിൽ പിറന്ന് ശാപകാലം കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുത്തരവിട്ടു. അദ്ദേഹമാണ് ഇടയ്ക്കാടർ സിദ്ധർ എന്നാണ് പറയുന്നത്. ചെറുപ്രായത്തിലെ ആട്ടിടയനായി പുൽമൈതാനത്ത് ആടുകളെ മേയാൻ വിട്ട് അവയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന വടി നിലത്തൂന്നി രാവിലെ മുതൽ വൈകുന്നേരം വരെ ശിവചിന്തയിലാഴുന്ന മനസ്സുമായി ഒറ്റക്കാലിൽ അദ്ദേഹം ഒരേ നിൽപ്പു നിൽക്കുമായിരുന്നത്രേ. ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് തനിക്ക് നേരെ വരുന്ന ആപത്തുകൾ ഗൗനിക്കാതെ ഇരുന്ന് കുഴിയിൽ ചാടുന്നത് പോലെ ഭഗവാൻ എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ മനുഷ്യർ കുറുക്കുവഴികളിലൂടെ മുന്നേറി തെറ്റുകൾ ചെയ്യുന്നത് കണ്ട് അവരെ നേരും നെറിയുമുള്ളവരാക്കി മാറ്റാൻ എന്താണ് വഴി എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ പുൽമൈതാനത്തുള്ള മരത്തിന് കീഴിൽ തപനിലയിൽ ഇരുന്ന് മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തി തരൂ എന്ന് അദ്ദേഹം ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഒരു നാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അതിഭയങ്കരമായ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉടലിൽ പ്രവേശിച്ചു. മനുഷ്യകുലത്തിന് സേവനം ചെയ്യേ, അതാണ് മനുഷ്യർക്ക് ഭഗവാനിൽ ചേരാനുള്ള വഴി എന്നൊരു അശരീരി അദ്ദേഹം കേട്ടു. അങ്ങനെയിരിക്കെ ഒരു നാൾ ബോഗർ സിദ്ധർ ആകാശമാർഗം സൂക്ഷ്മരൂപിയായി യാത്ര ചെയ്യുമ്പോൾ താഴെ പുൽമൈതാനത്തിൽ മരത്തിനടിയിൽ ധ്യാനത്തിലിരിക്കുന്ന ഇടയ്ക്കാടരെ കണ്ടു. വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത സാധാരണക്കാരനായ ആ യുവാവിന് സിദ്ധർ നില എത്താനുള്ള യോഗമെത്തിയിരിക്കുന്നത് അദ്ദേഹം ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കി. ബോഗർ സിദ്ധർ താഴെ ഇറങ്ങി ഇടയ്ക്കാടരുടെ അരികിലെത്തി. തേജസ്വിയായ ഒരു യോഗി തന്റെ കുടിൽ തേടി വന്നിരിക്കുന്നത് കണ്ട് അദ്ദേഹം ആട്ടിൻപാലും പഴങ്ങളും കൊടുത്ത് യോഗിയെ സൽക്കരിച്ചു. കുറച്ചുനാൾ ഇടയ്ക്കാടരോടൊപ്പം തങ്ങിയ ബോഗർ സിദ്ധർ വൈദ്യ വാദ യോഗ ജ്ഞാനസൂത്രങ്ങളെ ഇടയ്ക്കാടർക്ക് ഉപദേശിച്ചു. പല ഉയർന്ന കലകളും പഠിപ്പിച്ച് ഇടയ്ക്കാടരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി താൻ നേടിയ ജ്ഞാനം അത്രയും നയനദീക്ഷയായി കൊടുത്തു. ഇതെല്ലാം നീ ജനസേവനത്തിന് ഉപയോഗിക്ക് എന്ന് ശിഷ്യനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും പോയി. ഇടയ്ക്കാടർ ഗുരു ഉപദേശിച്ച വിദ്യകൾ അത്രയും പരിശീലിച്ചും പരീക്ഷിച്ചും ജനങ്ങൾക്ക് സേവ ചെയ്തും കഴിഞ്ഞുവന്നു. അദ്ദേഹത്തിന് ഭൂതം, ഭാവി, വർത്തമാനം എന്നീ ത്രികാലങ്ങളെ മനസ്സിലാക്കാനും അദ്ദേഹം വിചാരിക്കുന്ന മാത്രയിൽ കാര്യങ്ങൾ സാധിക്കാനുള്ള കഴിവും ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഇടയ്ക്കാടർ സിദ്ധരായി മാറി. ഇടയ്ക്കാടർ സിദ്ധയോഗ, സിദ്ധമരുത്വം, ജ്യോതിഷം, വാനശാസ്ത്രം, ജ്ഞാനതത്വം, കാലതത്വം എന്നിവയെ പൂർണ്ണമായും ഗ്രഹിച്ച സിദ്ധർ. ഇദ്ദേഹത്തിന്റെ ജ്യോതിഷ കണ്ടുപിടുത്തങ്ങൾ ഇന്നും ജ്യോതിഷശാസ്ത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജ്യോതിഷശാസ്ത്രത്തിന് വഴികാട്ടിയായി പല നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുകൂടി ഇടയ്ക്കാടർ എഴുതി വച്ചിട്ടുണ്ട്. ഈ കുറിപ്പുകളെ വെച്ചാണ് ഇപ്പോഴും ആണ്ടുതോറും പഞ്ചാംഗം തയ്യാർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇടയ്ക്കാടർ എഴുതിയ വരുഷാദി എന്ന പുസ്തകമാണ് ഇപ്പോഴത്തെ പഞ്ചാംഗം. ഇടയ്ക്കാടർ ജ്ഞാനസൂത്രം 70, ഇടയ്ക്കാടർ ഉപനിഷദം എന്ന കീർത്തനങ്ങൾ, ഇടയ്ക്കാടർ ഗണിത പുസ്തകം, ഇടയ്ക്കാടർ ശാരീരം എന്ന മരുത്വ പുസ്തകം അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രസിദ്ധിപ്പെട്ടത്. തന്റെ കീർത്തനങ്ങളിൽ അദ്ദേഹം ശിവഭഗവാനെ താണ്ഡവക്കോൺ എന്നും പെരുമാളെ നാരായണക്കോൺ എന്നും കുറിച്ചിരിക്കുന്നു. ഒരു നാൾ ത്രികാലജ്ഞാനിയായ ഇടയ്ക്കാടർ സിദ്ധർ ആഴ്ന്ന ധ്യാനത്തിലിരിക്കെ ജ്യോതിഷ രീതിയാൽ അടുത്ത 12 വർഷത്തേക്ക് ആ പ്രദേശത്ത് വലിയ പഞ്ചം വരാൻ പോകുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞു. അപ്രകാരമാകിയാൽ നദികളിലെ ജലമെല്ലാം വറ്റിപ്പോകും, പല ജീവനുകളും നശിക്കും, നിലമെല്ലാം മരുഭൂമിയായി മാറും. വിധിയെ മാറ്റാനാവില്ലെങ്കിലും ആ സമയം എങ്ങനെ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം ബുദ്ധിപൂർവ്വം ചിന്തിച്ചു. അദ്ദേഹം എരിക്കിന്റെ ഇലകൾ പറിച്ച് തന്റെ ആടുകൾക്ക് തിന്നാൻ കൊടുത്തു. അതോടൊപ്പം ചെറുധാന്യമായ കേഴ്വരക് കളിമണ്ണിൽ കുഴച്ചെടുത്ത് കുടിൽ നിർമ്മിക്കാൻ തുടങ്ങി.
ഇതെല്ലാം കണ്ട് ഗ്രാമവാസികളിൽ പലർ ഇടക്കാടർ സിദ്ധർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമോ എന്ന് സംശയിച്ചു. ചിലർ ഇദ്ദേഹം ചെയ്യുന്ന ഈ വിചിത്രമായ കാര്യങ്ങൾക്ക് കാരണം എന്തായിരിക്കാം എന്നാലോചിച്ചു. വിഷത്തനിമയുള്ള എരിക്കിന്റെ ഇല ആരെങ്കിലും പറിച്ച് ആടിന് കൊടുക്കുമോ, അതല്ലാതെ കേഴ്വരക് കൊണ്ട് വീട് നിർമ്മിക്കുമോ എന്നെല്ലാം പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇതിന്റെ കാരണം സിദ്ധരോട് തന്നെ ചോദിക്കാം എന്ന് ചിലർ തീരുമാനിച്ചു. അവരോട് വലിയ പഞ്ചം വരാൻ പോകുന്നു, അപ്പോൾ ആടുകൾക്ക് പച്ചില എവിടെ കിട്ടാനാണ്, അതുകൊണ്ട് കടുത്ത വേനലിലും വാടാത്ത എരിക്കില ആടുകൾക്ക് തിന്നാൻ കൊടുത്ത് പരിശീലിപ്പിക്കുകയാണ്. പഞ്ചം വന്നാലും 12 വർഷത്തോളം കേടാകാത്ത ചെറുധാന്യമാണ് കേഴ്വരക്, അതുകൊണ്ടാണ് കളിമണ്ണിൽ കുഴച്ച കേഴ്വരക് കൊണ്ട് കുടിൽ നിർമ്മിക്കുന്നത് എന്ന് സിദ്ധർ പറഞ്ഞു. ഇടക്കാടരുടെ വിചിത്രമായ ഈ മറുപടി കേട്ട് ജനങ്ങൾ ചിരിച്ചുപോയി. ചിലരാവട്ടെ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. ജനങ്ങൾ തന്നെ വിശ്വസിക്കാഞ്ഞാൽ താൻ എന്തു ചെയ്യാനാണ്, അവരുടെ വിധി എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് ഇടക്കാടർ സിദ്ധർ തന്റെ ജോലിയിൽ മുഴുകി. ഇടക്കാടർ മനസ്സിലാക്കിയതുപോലെ ചില മാസങ്ങൾക്കുള്ളിൽ വരൾച്ച തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് മഴ പെയ്താൽ എല്ലാം ശരിയാവും എന്ന് ജനങ്ങളും ചിന്തിച്ചു. പക്ഷേ 1 വർഷം 2 വർഷം എന്നിങ്ങനെ മഴ പെയ്യാതായതോടെ പുഴകളും നദികളും വറ്റിവരണ്ടു. കാർഷിക വിളകൾ നശിച്ചു. മനുഷ്യർ അവശനിലയിലായി. കന്നുകാലികൾ എല്ലും തോലുമായി. ഇടക്കാടർ വളർത്തിയ ആടുകൾ മാത്രം എരിക്കിൻ ഇലകളെ ഭക്ഷിച്ച് പഴകിയതിനാൽ ഉഷാറോടെയിരുന്നു. എങ്കിലും ഈ എരിക്കിൻ ഇലകൾ സ്ഥിരം ഭക്ഷിക്കുന്നത് കൊണ്ട് ദേഹത്ത് സ്വല്പം ചൊറിച്ചിലേർപ്പെടുന്നതിനാൽ ആടുകൾ ഇടക്കാടരുടെ കേഴ്വരക് കുഴച്ചുണ്ടാക്കിയ കുടിലിന്റെ ചുമരിൽ ദേഹം ഉരസുമ്പോൾ കുറച്ചു കുറച്ചായി കേഴ്വരക് കീഴെ ചിന്താൻ തുടങ്ങി. ആ കേഴ്വരക് എടുത്ത് വൃത്തിയാക്കി കൂളുകാച്ചി കുടിച്ചും സ്വല്പം വിഷത്തനിമയുള്ള ആട്ടിൻപാൽ ഭക്ഷിച്ച് തന്റെ ശരീരത്തെ പരിശീലിപ്പിച്ചുകൊണ്ട് ജീവിച്ചു വന്നു ഇടക്കാടർ സിദ്ധർ. വെള്ളപ്പഞ്ചമുള്ളതിനാൽ താൻ താമസിക്കുന്ന കുടിലിനടുത്തുള്ള വറ്റിയ ആറ്റിൽ ഒരു കുഴിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ജലം വളരെ ശ്രദ്ധയോടെ ചെലവാക്കി വന്നു. ഈ സമയം സ്വർഗത്തിൽ നിന്ന് നവഗ്രഹങ്ങളെല്ലാം കൂടി തങ്ങൾ ഏർപ്പെടുത്തിയ പഞ്ചത്തിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, പാപം ചെയ്തവർക്ക് ശരിയായ ശിക്ഷ കിട്ടിയോ എന്നെല്ലാം പരിശോധിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങവേ എല്ലായിടവും പഞ്ചത്തിൽ വലയുമ്പോൾ ഇടക്കാടർ സിദ്ധർ കേഴ്വരക് കൂള് കാച്ചി കുടിക്കുന്നതും ഇടക്കാടരുടെ ആടുകൾ മാത്രം യാതൊരു കഷ്ടപ്പാടുമില്ലാതെ ഓടി നടക്കുന്നതും കണ്ട് ഇതിന് കാരണമറിയാനായി മനുഷ്യരൂപത്തിൽ ഇടക്കാടരുടെ കുടിലിലേക്ക് ഇറങ്ങി. ജ്ഞാനദൃഷ്ടിയാൽ വന്നിരിക്കുന്നത് ആരാണെന്ന് ഇടക്കാടർ മനസ്സിലാക്കി. പഞ്ചം 6 വർഷമായപ്പോഴേക്കും പകുതി ജനങ്ങളും മരിച്ചുപോയി. ബാക്കിയുള്ളവരെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ഇടക്കാടർ അതിനൊരു ഉപായം കണ്ടെത്തി. സിദ്ധർ നവഗ്രഹങ്ങളെ യഥാവിധി ഉപചരിച്ച് അന്ന് രാത്രി അവരെ അദ്ദേഹത്തിന്റെ കുടിലിൽ താമസിക്കാൻ അഭ്യർത്ഥിച്ചു. തങ്ങൾ എതിർത്തെന്തെങ്കിലും പറഞ്ഞാൽ സിദ്ധർ അപമര്യാദയായി കണക്കാക്കുമോ എന്ന് ഭയന്ന് നവഗ്രഹങ്ങൾ അന്ന് അവിടെ താമസിക്കാമെന്ന് സമ്മതിച്ചു. കേഴ്വരക് കൂളും വിഷത്തനിമയുള്ള ആട്ടിൻപാലും ഭക്ഷിച്ച നവഗ്രഹങ്ങൾ മയക്കത്തിലാണ്ട് കുടിലിൽ കിടന്നുറങ്ങിപ്പോയി. ജ്യോതിഷ രീതിയാൽ നവഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും പരസ്പരം നോക്കി മോശമായ ഒരു ഗ്രഹനില ഭൂമിക്ക് വന്നു ചേർന്നതിനാലാണ് ഭൂമിയിൽ പഞ്ചം വന്നത് എന്ന് ഇടക്കാടർ മനസ്സിലാക്കി. സിദ്ധർ തന്റെ ദിവ്യശക്തിയാൽ ഉറങ്ങിക്കിടക്കുന്ന നവഗ്രഹങ്ങളെ ഉണർത്താതെ മഴ പെയ്യാൻ ഏത് ഗ്രഹനിലയിരുന്നാൽ ശരിയാകുമോ അപ്രകാരം നവഗ്രഹങ്ങളെ ഇടം മാറ്റി കിടത്തി. അവർ ഉണർന്നാലും സ്ഥാനം മാറാത്തപടി മന്ത്രശക്തിയാൽ അവരെ ബന്ധിച്ചു. അവർക്കിനി അവരവരുടെ ഭ്രമണപഥത്തിൽ നിശ്ചിത കാലം സഞ്ചരിച്ചേ മതിയാവൂ. അതോടെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഇടിവെട്ടി മഴ പെയ്യാൻ ആരംഭിച്ചു. തലയിൽ ഉറങ്ങാൻ പോകുമ്പോൾ അനൽക്കാറ്റ് വീശിയിരുന്ന ഇടത്ത് കുളിർക്കാറ്റ് വന്ന് നിറഞ്ഞ് മഴ പെയ്യുന്ന ശബ്ദം കേട്ട് നവഗ്രഹങ്ങൾ ഉണർന്നു. നവഗ്രഹങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരുവർക്കൊരുവർ പരസ്പരം കാണാനാവാത്ത വിധം മന്ത്രങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും തങ്ങളുടെ ഇടങ്ങൾ മാറിയിരിക്കുന്നതും ഇത് ചെയ്തത് ഇടക്കാടരാണെന്നതും അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ സ്വന്തം ആവശ്യത്തിനല്ലാതെ പൊതുജന നന്മയ്ക്കായി അദ്ദേഹം പ്രവർത്തിച്ചത് അവരിൽ മതിപ്പുണ്ടാക്കി. നവഗ്രഹങ്ങൾ സിദ്ധരെ അനുസരിച്ചു. എങ്കിലും ഈ വിവരങ്ങൾ ഇടക്കാടരോട് ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നു. പിന്നീടൊന്നും പറയാതെ നവഗ്രഹങ്ങൾ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഈ സംഭവം നടന്നത് തിരുവണ്ണാമലയിലാണെന്നാണ് പറയുന്നത്. മുമ്പുകാലത്ത് നവഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി ഒരു വളയം പോലെയാണ് നിന്നിരുന്നതത്രേ. എല്ലാ ഗ്രഹങ്ങൾക്കും പരസ്പരം കാണാം. ഏതേത് ഗ്രഹങ്ങൾക്കടുത്ത് ഏതേത് ഗ്രഹം എന്ന കാര്യത്തിൽ തീർപ്പുണ്ടാക്കിയ സിദ്ധർ കൂടെയാണ് ഇടക്കാടർ. അപ്രകാരമാണ് ഇന്ന് കോവിലുകളിൽ നവഗ്രഹ മണ്ഡപത്തിലെ നവഗ്രഹങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഈ കഥ അറിഞ്ഞ് ഇടക്കാടർക്ക് നന്ദി അറിയിക്കാൻ എത്തി അവിടെയുള്ള ജനങ്ങൾ. ഇടക്കാടർ പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. പഞ്ചം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ആവശ്യത്തിനനുസരിച്ച് വാക്കും പ്രവൃത്തിയും മാറ്റുന്നവരായി പോയല്ലോ ജനങ്ങൾ എന്ന് അദ്ദേഹം വ്യാകുലപ്പെട്ടു. എന്നിരുന്നാലും മക്കൾ സേവ മഹേശൻ സേവ എന്ന തമിഴ് പഴമൊഴി പോലെ അവസാനകാലം വരെയും അദ്ദേഹം ജനങ്ങൾക്ക് സേവ ചെയ്തു ജീവിച്ചു. ഒരു നാൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം കഴിഞ്ഞ് ഇടക്കാടർ സിദ്ധർ അക്കാലത്ത് മധുര ഭരിച്ചിരുന്ന മന്നൻ കുലശേഖര പാണ്ഡ്യനെ സന്ധിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഇടക്കാട്ടു സിദ്ധരെ മന്നൻ ശരിയായി ഗൗനിച്ചില്ലെന്നാണ് പറയുന്നത്. നാട് ഭരിക്കുന്ന മന്നൻ ഇങ്ങനെ പാവപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കാത്തത് ഇത്രയും വലിയ കോവിലിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ സുന്ദരേശ എന്ന് ഇടക്കാടർ ക്ഷേത്രത്തിനു മുന്നിൽ നിന്നുകൊണ്ട് ശിവഭഗവാനോട് ചോദിച്ചു.
ഇത് കേട്ടതും മധുര മീനാക്ഷിയമ്മൻ കോവിലിൽ നിന്നും സുന്ദരേശർ ഇടയ്ക്കാടരോടൊപ്പം പുറപ്പെട്ടുപോയി. അവർ കോവിലിൽ നിന്ന് കുറച്ചു ദൂരത്തുള്ള സിമ്മക്കൽ എന്ന പ്രദേശത്ത് താമസിച്ചതായാണ് ഐതിഹ്യം. അവിടെയുള്ള ആദി സ്വക്കനാഥർ ആലയത്തിൽ ഇടയ്ക്കാടർക്കും സന്നിധിയുണ്ട്. പിന്നീട് ഇത് മനസ്സിലാക്കിയ രാജാവ് ക്ഷമ പറഞ്ഞ് സുന്ദരേശ്വരെ വീണ്ടും മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി എന്നാണ് കഥ. ഒരു നാൾ തിരുവണ്ണാമലയിലേക്ക് വന്ന ഇടയ്ക്കാടർ അണ്ണാമലയാനെ ദർശിച്ച് ഗിരിവലം പോയി. അദ്ദേഹത്തിന് പല കോടി യുഗങ്ങൾക്ക് മുമ്പ് നടന്ന കാർത്തിക ദീപ ദർശനം കൂടി സിദ്ധിച്ചത്രേ. ഇവിടെ ഇദ്ദേഹം വന്ന ശേഷമാണ് തിരുവണ്ണാമലയിൽ വസിച്ച മാനുകളും സിംഹങ്ങളും ഒന്നായി തടാകങ്ങളിൽ ജലം കുടിച്ചതത്രേ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏതവതാരത്തെ പ്രാർത്ഥിച്ചാലാണ് ജ്ഞാനനില വേഗം ലഭിക്കുക എന്ന് വൈഷ്ണവർക്കിടയിൽ ഒരു സംശയമുണ്ടായതിനെ തുടർന്ന് അവർ ഇടയ്ക്കാട്ട് സിദ്ധരോട് ചോദിച്ചതായും ഏഴ്, ഇടയൻ, ഇളിച്ചവായൻ എന്ന 3 പദങ്ങൾ സിദ്ധർ ഉച്ചരിച്ചതായും കുറിപ്പുണ്ട്. ഏഴ് എന്നാൽ പാവപ്പെട്ടവൻ, പിതാവിന്റെ സത്യം സംരക്ഷിക്കാനായി കാട്ടിലേക്ക് പുറപ്പെട്ട ശ്രീരാമാവതാരം. ഇടയൻ എന്നത് ശ്രീകൃഷ്ണാവതാരം. ഇളിച്ചവായൻ എന്നത് തേറ്റപ്പല്ലുകൾ വെളിയിൽ കാണിച്ചുള്ള നരസിംഹാവതാരം എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ രഹസ്യം എന്നാണ് പറയുന്നത്. ഇടയ്ക്കാട്ടു സിദ്ധർ ശിവഗംഗ ജില്ലയിൽ ഇടയ്ക്കാട്ടൂരിൽ സമാധി അടഞ്ഞതായാണ് കുറിപ്പുകൾ. അദ്ദേഹം തിരുവിടമരുതൂരിൽ സമാധി അടഞ്ഞതായും തിരുവണ്ണാമലയിൽ ഒളി സമാധി അടഞ്ഞതായും ബോഗർ ജനനസാഗരത്തിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനം പലയിടത്തുമുള്ളതായി വിവാദമുണ്ടെങ്കിലും അണ്ണാമലയാർ പാദമുള്ളയിടത്താണെന്നാണ് പരക്കെയുള്ള ജനസംസാരം. ഗിരിവലപ്പാതയിൽ ഇടയ്ക്കാടർ 18 സിദ്ധർകുടിൽ എന്നയിടത്ത് കാശി വിശ്വനാഥർക്കും ദക്ഷിണാമൂർത്തിക്കും നവഗ്രഹങ്ങൾക്കും 18 സിദ്ധന്മാർക്കും പ്രതിഷ്ഠകളുമുണ്ട്. ജ്യോതിഷശാസ്ത്രം മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർ ഇടയ്ക്കാട്ട് സിദ്ധരെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.